അല്ലയോ സീതാദേവി, അങ്ങ് ഉടൻ തന്നെ വനവാസത്തിന് പോവേണ്ടതാണ്. ചന്ദനമണിവാതിൽ പാതിചാരി. എന്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്ന കലമായത് നോക്ക്. ഇന്ന് വരെ ഇത് അടുപ്പ വെച്ച് കത്തിച്ചൊരു കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. ഒരേ മുഖം. വില്ലേജ് ഓഫീസറാ. അല്ല തന്നെ ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന സാധനം ലോക താമസമാണ്. ഇനി ഈ വില്ലേജ് ഓഫീസർ തീരിലും കൂടെ ചെന്ന് കയറിയാ മാത്രം മതി. വില്ലേജ് ഓഫീസറാണത്. തിരിപ്പൂക്കൾ സുഗന്ധം പരത്തുന്ന നർമ്മോദ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് താലികെട്ട്. താലികെട്ടിന് മുമ്പ് ഇന്നെങ്കിലും അങ്ങ് എത്തുവോ? വരുന്നു ഇപ്പൊ വരാ. എത്ര സമയം തുടങ്ങിയിട്ട്? ഈ ചീപ്പ് തലയിലായെന്ന്. എന്റെ തലയിൽ ഒരു ചീപ്പായിട്ട് വർഷം കുറയായി. അപ്പോഴാണ് ചീപ്പ്. എന്തുവാ എവിടെങ്കിലും ഒരു കല്യാണത്തിന് പോയിറങ്ങിയ സമയത്ത് ഇറങ്ങോ? ഉണ്ണാൻ നേരത്തെ അങ്ങ് ചെല്ലുന്നത്. നിന്റെ ഈ പരവേശം വെപ്രാളം കണ്ടാ തോന്നുന്നു നിന്റെ കല്യാണമാണെന്ന് വിചാരിക്കുമല്ലോ. ആരുടെ കല്യാണം ആയാലും എന്താ? ഉണ്ണുന്നതിന് മുമ്പ് ഇന്നെങ്കിലും ചെന്നിട്ടുണ്ടോ? എടി നീ ഇത് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതല്ലേ, കല്യാണത്തിന് പോകണം, മുഹൂർത്തത്തിന് മുമ്പ് പോകണം, ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. എടി ഞങ്ങൾ ആണുങ്ങള് ഒരു കാര്യം ഒറ്റ തവണ പറയുള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ഒരു കാര്യം 100 തവണ പറഞ്ഞു നടക്കും. എങ്ങനെ പറയാതിരിക്കും? നിങ്ങളെ പോലുള്ള കഴുതകളെടുത്ത് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവോ? കണ്ടില്ലേ, വീണ്ടും പറയേണ്ടി വരുന്നു. എന്റെ ഒരു തലവിധി. എന്നെ കെട്ടാൻ വേണ്ടി എത്ര പേര് എന്റെ അപ്പന്റെ പുറകെ നടന്നതാ. എന്നാ പിന്നെ ആദ്യം വന്ന കഴുതൊക്കെ നിന്റെ അപ്പനെ പിടിച്ച് കെട്ടിച്ചൂടായിരുന്നോ? അതന്നല്ലേ എന്റെ അപ്പനും ചെയ്തത്. അതും കൂടെ ഒന്നും കൂടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇന്ന് ഈ വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടി ശശിയും പിള്ളേരും വരാന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ ഒതുക്കി മര്യാദക്ക് വെച്ചത്. എന്നിട്ട് എന്തിയേ? ഇന്നലെ വരുമെന്ന് പറഞ്ഞവരാ. ഇന്നലെ പുറപ്പെട്ടെന്നാ എന്നോട് പറഞ്ഞത്. ഏതായാലും വരട്ടെ, വരാതെ നിവൃത്തിയില്ലല്ലോ. എന്നാപ്പാ എന്റെ ചെല്ലവെന്തിയേ? അത് ചത്തിട്ട് വർഷം 10-15 ആയില്ലേ? ഒന്നുമില്ലപ്പാ. എടാ എന്റെ വെറ്റിലെ ചെല്ലവെന്തിയെന്ന്. ചെല്ല അകത്തുണ്ട് ചെല്ലപ്പ. ആഹാ ചെല്ലപ്പാന്നോ? അപ്പനെയാണോടാ പേര് വിളിക്കുന്നേ? ചെല്ലം അകത്തുണ്ട് ചെല്ലപ്പ എന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ. നീ ധൃതി വെക്കല്ലേ. ശശിയും പിള്ളേരും വരാതെ എങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, എവിടെയൊക്കെ പെയിന്റ് അടിക്കണമെന്നൊക്കെ. എപ്പോഴാ ഇനി വരുന്നത്? അവർ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവര് വരാതെ എനിക്ക് വരാൻ പറ്റില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. സമയവും താമസിച്ചു. അവര് വന്നു. എന്താ ഈ കാണിക്കുന്നേ? ചവിട്ടുനാടകമല്ലയോ? അയ്യോ ചവിട്ടുനാടകമല്ല, ഇത് ശശിയും പിള്ളേരും വീട് പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നതാ. ശശി അറിയത്തില്ലേ? എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരനാ. ആഹാ, നീ എന്നാ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയത്? ആര്? അല്ല, ഇവന്റെ കൂട്ടുകാരും മിക്കവരും ജയിലില്ല, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ആ ശശിയല്ല, ഞാൻ മറ്റേ പെയിന്റ് അടിക്കുന്ന ശശി. നിങ്ങൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ വന്നപ്പോ ചേട്ടൻ ഇവിടെ ഇല്ല, ചേച്ചി ഇവിടെ വിത്തോട്ടിരിക്കുന്നു. മറ്റേ ഫ്രണ്ടില് സീറ്റൊക്കെ ഇട്ടിരിക്കണേ. സിറ്റ് ഔട്ട് അവിടെ ഇരിക്കരുത്. നീ വല്ലതൊക്കെ പറ, അവൾ അതേപോലെ ഇരിക്കും. കാര്യം പറഞ്ഞു, അങ്ങനത്തെ ടൈപ്പാ. പിന്നെ ശശി, നമ്മുടെ മോള് വന്നു കേട്ടോ. ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി പോയാ. അമ്മോ നമ്മുടെ മോള് വന്നാ? ഹലോ, നമ്മുടെ മോളല്ല, നമ്മുടെ മോള് വന്നു. അളിയെന്താ അളിയാ അങ്ങനൊക്കെ സംസാരിച്ചേ? എടാ ചെറുപ്പം മുതലേ ഞാൻ എടുത്തോണ്ടെന്ന കൊച്ചല്ലേ അളിയാ, നീ എന്താ പിന്നെ അവള് കൊള്ളാം, എന്റെ കൂടെ മോളല്ലയോ? ഇനിയിപ്പൊ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലേ, അവള് നിന്നെ എടുക്കും. എന്താ ചെറുതായോ? അതല്ലെന്ന്, അവളങ്ങ് വലുതായി. അല്ല ഞാൻ ചെറുതായോന്ന് ചോദിച്ചാ. അല്ല, ഈ മോളുടെ റൂം ഏതാ? എന്തിനാ? പെയിന്റ് അടിക്കാനേ. നമ്മുടെ ചിത്രകാരനാ. അവിടെ പേടിയാ. ചിത്രകാരനാണോ? ചിത്രകാരനാ. അന്നൊരു കാര്യം ചെയ്യണം. പറഞ്ഞോ. ഈ കേറി വരുമ്പോ ഈ ഭാഗത്ത് ശശി നോക്കിയേ, ഈ ഭാഗത്തായിട്ട് ഒരു പടം വരക്കണം, ഐശ്വര്യമുള്ള ഒരു പടം വരക്കണം. ഒരു കൃഷ്ണൻ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഈ സാധാരണ ലോക്കൽ പെയിന്റ് ഒന്നും വെച്ച് വരക്കണ്ട. ഈ മ്യൂറൽ ഉണ്ടോ? മ്യൂറൽ അറിയാവോ? നീ അറിഞ്ഞു? നീറ്റലൊന്നും ഇല്ല, ഞാൻ ബാമിട്ടപ്പോ അതങ്ങ് പോയി. അതല്ല, മ്യൂറൽ 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 വേണോ ഇവിടെ? ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്.
ബാക്കി കാര്യങ്ങളെല്ലാം മോള് പറഞ്ഞു തരും. അവളാണ് ഈ സെലക്ടീവ്സിന്റെ കാര്യത്തിലൊക്കെ മിടിക്കുക. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. അമ്മു അല്ലേ? അമ്മേ, അമ്മൂ എന്താ പാപ്പാ? ഇത് മനസ്സിലായോ? ശശിയങ്കിൾ ശശി അങ്കിൾ. എടുത്തു നടന്ന ആളാ. ഞാനാ അസിസ്റ്റന്റ്. ഞാനാണ് മെയിൻ അസിസ്റ്റന്റ്. മോളെ, ഈ റൂമിൽ ഏതൊക്കെ കളർ വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ശശിയങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ചായ, കാപ്പി എല്ലാം കൊടുത്തേക്കണം കേട്ടോ. എല്ലാം അകത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സമയത്ത് ഞാൻ കൊടുക്കണം. ഏറ്റവും മമ്മി. ഞങ്ങളെ കല്യാണത്തിന് പോവുക. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തോളൂ കേട്ടോ. ശരി. ഞങ്ങൾ പോയിട്ട് വരാം മക്കളെ. പപ്പ നേരത്തെ വന്നേക്കണേ. നേരത്തെ വരാം. ബൈ മോളെ. ബൈ. ബൈ അങ്കിൾ. ശശി അങ്കിൾ, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ. ശശിയേ, ഓ, എങ്ങനെയുണ്ടാവേ നിന്റെ പണിയൊക്കെ? അങ്ങനെയൊക്കെ പോന്നു. പിന്നെ ആ, നീ ഇതുവരെ ഇത്രയും വലിയ വീടൊക്കെ അടിച്ചിട്ടുണ്ടോ പെയിന്റ്? അതെന്നാ പറയൂ അപ്പച്ച. ആ ഞാനേ ആ. കഴിഞ്ഞ ആഴ്ച ഒരു വീട് പെയിന്റ് ചെയ്യാൻ പോയി. ഉം. പിച്ചക്കാരന്റെ വീട്. ഛേ. 6 മുറി, വലിയൊരു ഹാള്, ആ. 5-6 കക്കൂസും കുളിമുറി. അപ്പൊ അടുക്കള ഇല്ലയോ? തെണ്ടി തിരുന്നവനത്തിന് അടുക്കള. ആഹാ. ഒരു പണിയാണെന്നുണ്ടെങ്കിലേ ആ, നീയും അടുക്കളയില്ലാത്തൊരു വീട് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ശശി ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. എന്താന്നാ? നമ്മുടെ ആ. ആ പുറകിലത്തെ കുളിമുറിയുടെ അവിടുത്തെ ആ, ആ വെന്റിലേഷന് ഒരു ലക്ഷണ്. ഒരു 4 പേരെ വിട്ടൊന്ന് ചെയ്യിപ്പിക്കണം. ഓ ഓ ഓ ഓ, പെയിന്റ് അടിപ്പിക്കണമെന്ന്. അടുപ്പിക്കാം. ആ ഓ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ സെപ്റ്റി ടാങ്ക് ഒക്കെ പൊട്ടി അവിടെ എല്ലാം അഴുക്കായി കിടക്കുക. ഓ ഓ. എന്നാലും ഉമ്മാരെ വിട്ട് പെട്ടെന്ന് അതൊന്ന് ചെയ്യിപ്പിക്കണം. അപ്പൊ ആ. ഇതാ പ്രമോദേ, ഇനി വന്ന് വാ. ആ, അപ്പച്ചൻ പറഞ്ഞില്ലയോ കക്കൂസിന്റെ വെന്റിലേഷന്? ഒന്ന് ഒരു 4 വലി വലിച്ചേരി. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയിരിക്കുന്ന സ്ഥലത്തോട്ട്. ഓ, എനിക്കങ്ങ് വയ്യ, വേണമെങ്കിൽ പേടി. ഓ ഡാ, കാരണം ഇനി വാ. എന്ത് പറഞ്ഞ കേട്ടില്ലയോ? എന്ത്? എടാ അവിടെ പോയാ വെന്റിലേഷൻ അടിക്കാൻ. ഞാൻ ഇവിടെ വരച്ചോണ്ടിരിക്കുന്നു. ഇത് ഇപ്പൊ പോയാ പെയിന്റ് സെറ്റ് ആവും. എടാ പറഞ്ഞ അനുസരിക്കത്തില്ലൂടെ ഇവന്മാര്? അപ്പൂപ്പ, ഓ ഞാൻ കുളിക്കാൻ പോവാണേ. ആ പോയിട്ട് വാ മോളെ. ഡാ, എവിടെ പോവാ? അല്ല പാപ്പൻ പറഞ്ഞല്ലേ ആ ബാത്റൂമിന്റെ ഇവിടുത്തെ വെന്റിലേഷനിൽ ഒന്ന് എന്തോ 4 വലി. അതിന് നിങ്ങൾ രണ്ടുപേരോട് എന്തിനാ പോകുന്നത്? അത് ഞാൻ അവന്റെ തോളത്തിരുന്ന് അടിച്ചോളാം. അപ്പൊ എനിക്ക് കാണണ്ടേ? ഒരുമിച്ച് വാ. അപ്പൂപ്പ, ഓ ഈ ടോയ്ലറ്റിൽ വെള്ളമില്ലല്ലോ. ആ ഞാൻ ഇങ്ങ് പോര്, പിന്നെ കുളിക്കാം. ആ. ഡാ, ചെയ്തില്ലേ? പിന്നെ കുളിക്കാം. അല്ല പിന്നെ അടിക്കാം. നീ പോകുന്നില്ലടാ? ഇല്ല, ഞാൻ ഇവിടെ അടിച്ചോളാം. ആ, എന്നാ അടി. ശശി അങ്കിൾ, ഓ ബ്രേക്ക്ഫാസ്റ്റ്. ഓ, ഓക്കെ 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 ഓക്കെ. ഓക്കെ. ശശിയേ, എന്തോ നിന്റെ പണിയൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ അങ്ങ് പോന്നു. ആ കൊള്ളാം, നല്ല പെയിന്റിങ് കേട്ടോ. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ? എന്താ? ഇവിടുത്തെ നമ്മുടെ ബാബുവിന്റെ ആ പെണ്ണുമ്പിള്ള ഇല്ലയോ, ആ പൂതന മരുമോള്. ആ മരുമോള്, അവളെങ്ങനെ ഇവിടെ കേറി വന്നെന്ന് നിനക്കറിയാവോ? ഇല്ല. ബാബു പണ്ട് ഗൾഫിൽ പോയപ്പോഴേ ഇവൾ ഈ സ്വത്തും പണവും ഒക്കെ കണ്ട് അവനെ വളച്ചിങ് കൊണ്ടുവരുമായിരുന്നു. ഒരു ഗതിയില്ലാത്ത ഒരു വീട്ടിലുള്ളതാ ഇവിടെ. പാപ്പയുടെ വീട്ടില. ആ പഴുങ്ങഞ്ഞി പോലും കുടിക്കുന്നത് ഈ വീട്ടിൽ വന്ന. ഓ അത് ശരി. വള്ളി പോലിരുന്നോളാ. ഇപ്പൊ നീ അവളെ കണ്ടോ? ആ എങ്ങനുണ്ട്? ഉഗ്രൻ ചരക്കല്ലേ? നല്ല കൊച്ച്. ആ നല്ല കൊച്ച. എങ്ങനായെന്നറിയാവോ? എങ്ങനായി? എടാ ഇവിടെ വന്നിട്ട് ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവക്കിതെല്ലാം കൂടെ കിട്ടുമെന്ന് കരുതി അവൾ അങ്ങനെ ആകുന്നതാ. പിന്നെ ഞാൻ ഇവിടെ ഒരു അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന നമുക്കൊരു ചിന്തയില്ല. ഞാൻ തുപ്പിയാ കുഴപ്പം, അല്ല തുമ്മിയാ കുഴപ്പം, അങ്ങനെ ആകെ കുഴപ്പമാ. പിള്ളേരല്ലേ? ആഹാ, പണി ചെയ്യാൻ വന്നിട്ട് ഇവിടെ വായി നോക്കി നിന്ന് കഥ കേക്കുവാണോ നീ? കഥ കേക്കുവാണോടാ നീ? ആഹാ, അല്ല അത് അപ്പച്ചനെ വരച്ച ഞാൻ ഫില്ല് ചെയ്യടാ. അത് ശശി ഇങ്ങ് വന്നേ. എന്തോ ഇങ്ങനെയാണോടാ പെയിന്റ് ചെയ്യുന്നത്? അല്ല ഞാൻ ആ അങ്ങനെ പെയിന്റ്. എന്നാടാ 2 അടി അവന്മാരുടെ ചെവിക്കലിനൂടെ കൊടുക്കാവോ? അതെന്താ അവന്മാരുടെ ചെവിക്കലിന് കൊടുക്കുന്നേ? അവന്മാര് ഇത് കണ്ടിട്ട് അവിടെ നാട്ടിലെല്ലാം ഒന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി നാശം കൂടെ ആ എനിക്ക് ആളാകാൻ പറ്റിയ സമയമാ, അവനില്ലാത്ത സമയത്ത് ഞാൻ കൊടുത്തോളാം. രവി
കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെട്ട്. പെയിന്റ് അടിക്കാൻ വന്നിട്ട് ഇത്ര വലിയ തമാശ എന്തോടാ? മര്യാദക്ക് പെയിന്റ് ചെയ്യടാ. ചെയ്യേ. അടിപൊളി അടിപൊളി. അടിപൊളിയാണ്. മര്യാദക്ക് എല്ലാരും കൂടെ പെയിന്റ് ചെയ്തോണം. ഞാൻ ഇവിടെ ഒക്കെ നോട്ടത്തിനുണ്ട്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചോളും. അതിനാടാ ഇനി പോന്നേ? അതെ, അവിടെ ചെന്നപ്പോ കെട്ടും കഴിഞ്ഞ് മുഹൂർത്തം കഴിഞ്ഞ് പിന്നെ ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ കൂടി എന്നപ്പോഴത്തേക്ക് അവിടെ മൂട്ടൻ ഇടി. അയ്യോ, ഒരുത്തനെ ഏറിൽ നിർത്തിയേക്കുവാ. അതിനകത്തിന് അവനെ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെന്നെന്നും പറഞ്ഞു. നാണം കെടുത്തി നാശമാക്കി. ഇതുപോലെ ഒരു നാണം ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ പറയണം. പിന്നെ ഞങ്ങള് അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങ് ഓടി പോന്നു. അതെന്നാ? ഞങ്ങൾ നാണം കടന്നല്ലാന്ന് കരുതി വിളിച്ചില്ലായിരുന്നു, തിന്നാൻ പോയതായി. ഇവളുടെ ഒരു സ്ഥിരം പണിയാ. നന്നായിരിക്കും. ഇവൾ ഒറ്റ ഒരുത്തി കാരണം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായി. നിങ്ങളാ കാരണം. കല്യാണത്തിന് സമയത്ത് അങ്ങ് എത്തി ആരെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നോ? കേറി ഇരുന്ന് തിന്നിട്ടിങ്ങ് പോരായിരുന്നു. ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു സാധനം. നാണം ഇല്ലാണ്ട് ഇങ്ങനെ വരും. ശശിയേ, എന്തോ ഭക്ഷണം കഴിച്ചില്ലേ? ഞങ്ങൾ കഴിച്ചില്ലേ? എന്തെങ്കിലും കഴിക്കട്ടെ. അല്ല, ഭക്ഷണം ഭക്ഷണമൊക്കെ തന്നില്ലേ? മോള് തന്നില്ലേ? ആരും തന്നില്ല. തന്നില്ലേ? ഇല്ലെന്നേ. എടാ, പറഞ്ഞു ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. ആരോടെ ഒന്ന് വിളിച്ചൊന്നുമില്ലെന്നേ. എന്നാ പണി അങ്ങനെ. അമ്മോ അമ്മോ, കേട്ടോ അങ്കിളിന് ഭക്ഷണം കൊടുത്തില്ലേ? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ. എന്നിട്ട് ഈ അങ്കിളാ പറഞ്ഞ വേണ്ടാന്ന്. എന്നാ ശശി ഇത്? വിളിച്ചില്ലെന്നേ. അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ്. ആട്ടെ, കണ്ടോ? പിന്നെ വന്ന് അത് തന്നെ പറയുന്നത്. അപ്പൊ പാസ്റ്റായിട്ട് അടി ഇത്രയും വേണമെന്ന് പറഞ്ഞ് ഞാൻ ഉള്ള പാസ്റ്റായിട്ടെല്ലാം അടിച്ച് ഇവിടെ നാശമാക്കി, അറിയോ? എന്റെ ശശി, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാന്ന്. ഇപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ കിടന്ന് വളർന്നതല്ലേ, ഇംഗ്ലീഷേ വായിൽ വരുവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്കൊന്ന് കഴിച്ചിട്ടിരിക്കാം, കൈ കഴിയട്ടെ. ഇനിയിപ്പോ മണി 12 ഇനിയിപ്പോ 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കാം. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? ഞാനെന്താ ഭക്ഷണം കഴിച്ചിട്ട് പേടിക്കണ്ട. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കണ്ടതുപോലല്ല. എന്റെ ശശി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ട് നിനക്ക് വരക്കാൻ കഴിയുന്നുണ്ടല്ലോ. അടിപൊളി. തകർത്തോ? മൊത്തം ഫില്ല് ചെയ്തോ? ഇതാരാ? അത് നിന്റെ അപ്പൻ. അല്ല, പിന്നെ ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ പടം, വസുദേവർ. ഇപ്പുറത്ത് വരും. അടിപൊളി. ഒന്നും നോക്കണ്ട, തകർത്തോ? ഓക്കെ ഓക്കെ. ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ശരി, പോക്കോ. സൂപ്പർമാൻ അല്ല, അത് കൃഷ്ണനാണ്, ശ്രീകൃഷ്ണൻ. അല്ല, ഇത് ആരാ വരച്ചത്? ഞാൻ വരച്ചത്. അങ്കിളാണോ ഇത് വരച്ചത്? ഓ യെസ്, ഫില്ല് ചെയ്യാൻ വേണ്ടി. തൊട്ടടുക്കാക്കാതെ ഞാൻ എഴുതാൻ മറന്നുപോയി. ഞാൻ വരച്ചാണ്. ശശി. അങ്കിൾ, എന്നാ പിന്നെ ഇതിന്റെ ഇപ്പുറം രാധേനെയും കൂടി ഒന്ന് വരയ്ക്കോ? രാധേനെയും കൂടി. ഇതിന്റെ കൂടെ രാധ വരച്ച ഒരു ചേർച്ച കാണത്തില്ല. കൃഷ്ണന് രാധയും കൂടി അല്ലേ ചേർച്ചയുള്ളത്? അങ്കിൾ എന്തിനാണ് അങ്കിൾ? പ്ലീസ് പ്ലീസ് പ്ലീസ്. എടാ, ഇനി വന്നേ. എന്താ? നീ ഒരു കാര്യം ചെയ്യ്. നീ ഇപ്പൊ പറഞ്ഞില്ലോ വരച്ച് പഠിക്കണോ? നീ ഒരു കാര്യം ചെയ്യ, രാധ ഇപ്പുറത്ത് വരച്ച് പഠിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, അണ്ണൻ തന്നെ അങ്ങ് വരച്ചു. അല്ലടാ, അണ്ണൻ വരച്ചിട്ട് എന്റെ താഴെ ശശി എന്നങ്ങ് എഴുതിയാ മതി. അങ്കിൾ പ്ലീസ്. എന്താ ഞാൻ രാധ ഒന്ന് വരച്ച് പഠിച്ചത്. ഇല്ല അണ്ണാ, ഞാനും രാധയും തമ്മിൽ ഉടക്കാണ്. എന്ന് ഞങ്ങൾ ഒരാഴ്ച ഉടക്കിയിട്ട്. മക്കളെല്ലാം പറയരുത്. ഇല്ല അണ്ണാ, എനിക്ക് അരയ്ക്കാൻ ഷൈൻ ചെയ്യാൻ പറ്റിയ സമയമോ? പോയി ഷൈൻ ചെയ്തോ വരച്ച്. ഒരു കാര്യം ചെയ്യും, ശശി എന്നെ തന്നെ ഷൈൻ ചെയ്തോ. ചെല്ലി നന്നായിട്ട് വരയ്ക്കും. അങ്കിൾ, ഞാൻ രഹസ്യം പറയാം. വാ, എനിക്കാണെങ്കിൽ ആരെങ്കിലും ഒരു മോഡലിൽ നിൽക്കാതെ വരയ്ക്കാൻ പറ്റത്തില്ല. അതാ മോഡലാ കൊച്ചി. ഞാൻ മോഡലല്ലേ? ബാംഗ്ലൂർ ആയിരുന്നില്ല ഞാൻ. ഒന്നില്ലെങ്കിലോ മോഡൽ നിൽക്കാല്ലേ? നിന്റെ അച്ഛനാ മോഡൽ. ഇനി മതി അങ്കിൾ. കൃഷ്ണനോടുള്ള ഒരു പ്രേമം ഉണ്ടല്ലോ, അതാ വേണ്ട. അതാ. അപ്പൊ നമുക്കത് എല്ലാം ക്ലിയർ ചെയ്യാം. നമ്മളെ പെടന്ന് ഇച്ചിരി പൊക്കിയത് എനിക്കറിയാം, എന്റെ പണി പോകും. കൈ മറ്റേ തോളെ വെക്കുന്നേ. ഇങ്ങനെയല്ലേ? അതെ അതെ. സരി, പറഞ്ഞപ്പോ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. മാപ്പ് പറഞ്ഞാൽ തിരിച്ചെടുക്കൂ. മാപ്പ് പറഞ്ഞാൽ ഏത് സമയത്താണെന്ന് എനിക്ക് പറ്റൂലെന്ന് പറയാൻ തോന്നിയത്. ടെൻഷൻ അടിക്കാതെ ഞാൻ ആ കൂടെ വരച്ച് ജീവിക്കണേ. കഴിഞ്ഞോ? ഓ, നോക്ക്. അയ്യോ, ഇത് നോക്കി.
ഡാഡി ഡാഡിയുടെ അടുത്ത് പറയട്ടെ. ശശി ഇപ്പഴാ ശരിക്കും ശശിയായത്. കൈവിട്. ആശാനെ അടിക്കുന്നോടാ. അത് പോട്ടെ, നിങ്ങൾ വേറെ പണി കിട്ടി. 5 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഒരു മാസത്തെ വർക്കാണ് ഇട്ടത്. ഇന്ന് തന്നെ നമുക്ക് ഇവിടെ പോണം. എവിടെ? ഇവിടെ കോളേജിൽ MG കോളേജിൽ. നിർത്തടാ പ്രമോദ, ഞാനൊരു കാര്യം പറയാം. ചെറുപ്പം മുതലുള്ള എന്റെ ഉറ്റ സ്നേഹിതനാ വാവു, അറിയാവോ? അണ്ണാ വേറൊരു കാര്യം. എന്താന്ന്? 5 ലക്ഷം രൂപ നീ ചുമ്മാ ബാബുളിനെ വിട്ടിട്ട് പറ്റത്തില്ല. മകളുടെ കല്യാണമാണോ അടുത്ത് വരുന്നത്? വേണോ? പൈസ വേണോ? പൈസ വേണം. പോണ പറ്റത്തില്ല, കളഞ്ഞിട്ട് വന്ന് പറഞ്ഞു നമുക്ക് പോവാം. എടാ എന്ന് പറഞ്ഞ എങ്ങനെടാ ഒരുത്തൻ? എടാ എന്റെ കൂട്ടുകാരനല്ലോ. എന്തോ കൂട്ടുകാരൻ? അവനെ ചതിക്കരുത്, ശരിയല്ല. അണ്ണാ പണി മോശമാണെങ്കിൽ അവ ഇവിടെ നമ്മളെ പുറത്താക്കൂലേ? പുറത്താക്കും. അയാൾ പറഞ്ഞു വെച്ചാ പോവല്ലോ. എന്നാലും അവിടെ പൈസ കിട്ടുമോ? അത് ഞാനല്ലേ പറഞ്ഞപ്പോ വിളിച്ചല്ലേ, എനിക്ക് കോള് വന്നല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ മതിയല്ലോ. പറഞ്ഞു വിട്ടാ. ഞാനേ ബാബുളിയോ? എടാ ബാബുളിയോ? സാധനം പാക്ക് ചെയ്തു. എന്നാ പറയാനാ, ഒരു ശശി എന്താണ് കാണിച്ചു വെച്ചേക്കുന്നേ? പറ്റിപ്പോയി. പറഞ്ഞു വിട്ടോ ഞങ്ങളെ. നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ഞാൻ നേരത്തെ കണ്ട പടമാണോ ഇത്? പറ്റിപ്പോടാ. പറ്റിപ്പോയെന്നോ? നീ മനഃപൂർവ്വം ചെയ്തല്ലടാ. എന്റെ മനസ്സിലെ അതേ സങ്കല്പത്തിലെ പടം. അനന്തസാഗര തീരത്ത് മുങ്ങി നീരാടുന്ന കാർമുകിൽ വർണ്ണൻ, എന്റെ സങ്കല്പത്തിലെ അതേ കൃഷ്ണൻ. നീ വലിയവനാടാ, നീ വലിയവനാ. നിനക്ക് ഞാൻ 100 കൂടുതൽ തരും. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ നിന്നടുത്ത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. നീ ഇത് കണ്ടോ? ഇവിടെ യുവമാര് അഹങ്കാരം ഇത് കണ്ടോ? ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? പിന്നെ വൃത്തികേടായി. നീ എന്നോട് കളവ് പറഞ്ഞു ശശി. നീ എന്നോട് കളവ് പറഞ്ഞു. നീ എന്താ എന്നോട് പറഞ്ഞേ? നിനക്ക് മ്യൂറൽ അറിയില്ല എന്നല്ലേ? ഈ കാണുന്ന മ്യൂറൽ അല്ലടാ ഇത് കാണുന്നത്. എന്റെ ഭിത്തി കാണിച്ചു വെച്ചേക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് നീ വരച്ചു വെച്ചേക്കുന്നത്. എനിക്കിത് വേണോടാ. നിനക്ക് ഞാൻ 100 രൂപ കൂടുതൽ തരും. നീ എന്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തില്ല, എന്നെ ആഹാരത്തിന് പട്ടിണി കിട്ടണം. നീ സമ്മതിക്കത്തില്ല. എടാ ശശി, അവള് നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതല്ലേ? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് അവൾക്കറിയില്ലല്ലോ. അയ്യോ, അണ്ണൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. കളിയാക്കി. വിദ്യാഭ്യാസം അല്ലെന്ന്. എടാ എനിക്ക് പഠിപ്പിന്റെ കുറവേ ഉള്ളൂ. എനിക്ക് വിവരം ഉണ്ടാ. നിന്നെ പോലെ അല്ലടാ ശശി. അണ്ണന് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ അവന്റെ കണ്ണ് നോക്കി അടിയണ. നീ ഉണ്ടല്ലോ, നീ അടിക്കണോടാ. ഞാൻ കൊള്ളും. നീ അടിക്ക്. നീ എന്നാലും അങ്ങനെ പറഞ്ഞില്ല. എന്നാലും നിന്നെ ഞാൻ വിടില്ല. ഈ മതിൽ മൊത്തം ഇതേപോലെ വരക്കണം. നീ അടിക്കണ, ഞാൻ കൊള്ളു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ എന്നെ തല്ലിയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. നീ നിന്റെ പണിക്കാരനെ കൊണ്ട് എന്നെ തല്ലിച്ച്. നിന്നെ ഞാൻ എടാ നീ എന്റെ പണിയാണ് കാണിച്ച. എന്റെ പണിക്കാരനെ അടിക്കോടാ നീ. എന്റെ പണിക്കാരനെ അടിക്കോടാ നീ. ഒന്നും പറയണ്ട. ഇനി നിന്റെ ഒരു വക കേൾക്കണ്ട. അമ്മയാണ് സത്യം. ശശി, നീ ഇത് മനസ്സിലാക്കണം. കണ്ടോ, ഈ കമ്പ് മുറി കൂടുന്നെ നീ ഞാൻ തമ്മിൽ ബന്ധമുള്ളടാ. ഇറങ്ങിപ്പോടാ, എന്റെ കുടുംബത്തെ ഇറങ്ങിപ്പോടാ. നിന്നെ അടിച്ച് കുടുംബത്തിലല്ല അത് പറ്റാ. പെയിന്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നിന്റെ സ്വഭാവം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഉണ്ടല്ലോ കേട്ടോ, 10 മിനിറ്റിനുള്ളിൽ എല്ലാം ഇറങ്ങിപ്പോയിക്കൊള്ളാം. എന്റെ സ്വഭാവം ഞങ്ങള് ആര് വിളിക്കുന്നത്? ആര് വിളിച്ചാ? നമ്മളെത്തിയെന്ന് പറയാവേ. വിജയണ്ണ, ഞങ്ങൾ തന്നെ അവിടെ എത്തി. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഗേറ്റ് തുറക്കാൻ പറ. പരുത്തിപ്പാറ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഗേറ്റ് തുറക്കാൻ പറ. ഗേറ്റ് തുറന്നിട്ട് വണ്ടി അകത്തോട്ട് കയറ്റാം. ഓ എന്താ നോക്കിക്കുന്നത്? വാടാങ്ങില്ല. ശരി, എന്താ പണി കിട്ടിയാ? ഇപ്പഴാ ശരിക്കും പണി കിട്ടിയത്. എന്താ പറ്റി? അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. ഇവിടെ അവിടെ വേറെ കൺട്രാക്ട് വന്ന് ജോലി ഏറ്റെടുത്ത് 15 പേരെ കൊണ്ട് ജോലിയും തുടങ്ങി. നിന്നെ ഞാൻ നേരത്തെ പോണോ? ജയിലിൽ പോയാലും വേണ്ട. നീ സുഖജീവിതമാ ജയിലിൽ, അറിയാലോ. അണ്ണൻ എന്നാലും അയാളെ ചീത്ത വിളിച്ച് അടിക്കണ്ടേ? അത് തന്നെ. ശശിയണ്ണ അപ്പൊ പറഞ്ഞു നോക്ക്. ചിലപ്പോ മോളെ കല്യാണമല്ലേ? 10,000 രൂപ വെറുതെ കളയണ്ട. എടാ ഞാൻ കമ്പൊടിച്ചിട്ടടാ. കമ്പൊടിച്ചിട്ട് മുറി കൂടിയാ
ആ അതാ നീ മുറി കൊടുത്തില്ല അപ്പൊ എന്തോ ആണ് ഫെവിക്കോൾ ഒട്ടിച്ചോ ഒട്ടിച്ചോ മുക്കിയിടതാ പൊടി എല്ലാം ഓക്കെ ബാബുളിയാ കുഞ്ഞുനാള് മുതൽ ഒന്നിച്ച് തോളേക്കായിട്ട് വളർന്ന് വലുതായ കൂടെ പഠിച്ച ബാബുളിയാ ആത്മാർത്ഥ മിത്രം. നീ പോയില്ലേ? അപ്പൊ അല്ല ഞാൻ പറഞ്ഞേ നിന്നോട് ഞാൻ പറഞ്ഞ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പം തെറ്റല്ലേ ശരിയല്ലേ? നീ ഒരു തെറ്റും ശരിയും പറയണ്ട ഇവിടുന്ന് ഇറങ്ങി. അളിയ ഞാൻ പറയട്ടെ, ഞാൻ എന്നിട്ട് പെയിന്റ് പാട്ട എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ അമ്മയാണ് സത്യം. ദാ നീ നോക്ക്, ഈ കമ്പ് മുറി കൂടി കിടക്കുന്നതാ. നിന്റെ ഒരു കമ്പ് കുടുംബത്തിന് ഇറങ്ങണം. അല്ലോ ഞാൻ പറഞ്ഞ് നീ എന്നെ കൈ മേടിക്കരുത്. ഇല്ല എന്താണ് ഇത്? പെയിന്റ് അടിക്കാൻ നിന്നോട് പറഞ്ഞോ? പെയിന്റ് അടിക്കാൻ പറഞ്ഞോ? പൊക്കോളാം. എന്തോന്നാ നിന്റെ പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെ ഓരോ പണിയും പോകുന്നത്. സത്യത്തിലേ സീരിയൽ കണ്ടിട്ട് ഇതുപോലെ വഴക്കുണ്ടാക്കാനൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങളുടെ റിയൽ ലൈഫിൽ? അത് വില്ലൻ റോൾ ചെയ്യുന്നവർക്ക് കഴിയും. അത് എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ആണോ? കോളേജിലൊക്കെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ അതുപോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോ അപ്പുറത്തേക്ക് ഇതാ ആ ദുഷ്ടത്തി, നമ്മള് ഇതല്ലേ ആ ക്യാരക്ടർ ചെയ്യുന്ന ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതാണത്. ഇത് ഇന്നലെ കൂടി ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ എന്നോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ചേട്ടന്റെ കാര്യം, വീട് എവിടെന്നറിയോ? എന്നോട് ഒന്നറിയാം. വീട് എവിടെ അറിയോ? ഇവിടെ ഒന്നും അല്ല, പാലായിലെ വീട്. എന്നോട് അറിയത്തേയില്ലല്ലോ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങളുണ്ടാവും. ഞങ്ങളുടെ എല്ലാവരും ഭയങ്കര പോസിറ്റീവാണ്. എന്റെ അടുത്ത് എവിടെ ചെന്നാലും ചോദിക്കും, എന്താ സുഖാണോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, കാണാനാ ഞങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾ എന്ത് ത്യാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഈ വാക്ക് നിലനിർത്തണം എന്നൊക്കെ പറയും. സീതയോട് പ്രണയാഭ്യർത്ഥനകളൊക്കെ ആരെങ്കിലും നടത്താറുണ്ടോ? സീതയെ കണ്ടിട്ട് ഇതുപോലെയുള്ള കുട്ടിയാണ് എനിക്ക് ഭാര്യയായിട്ട് വേണ്ടതെന്നൊക്കെ അല്ല, അത് ചേച്ചിയുടെ ഒറിജിനൽ ക്യാരക്ടർ ചെയ്യുമ്പോ എല്ലാം പോകും. അതെന്താ സീത കണ്ടിട്ട് ഇതുവരെ അങ്ങനെ പ്രണയാഭ്യർത്ഥന ഒന്നും ആരും നടത്തിയിട്ടൊന്നുമില്ല. അതിന്റെ ഇടയിലാണല്ലോ കട്ടപ്പന വന്നത്, അതുകൊണ്ട് ഒരു പേടി ഉണ്ടാവും. പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അഫെയറുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നു പോയി. എന്തായാലും ഈ രണ്ടുപേരും നമുക്ക് വേണ്ടി നല്ല 2 പാട്ട് പാടി തന്നു. സ്വാസിക നല്ലൊരു ഡാൻസറാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഡാൻസ് പെർഫോമൻസ്. ഇല്ലാന്ന് മാത്രം പറയരുത്. അത് അൻസിപ്പ പറഞ്ഞു പോയില്ലേ, ഞാൻ നല്ല ഡാൻസറാണ്, ഇനിയിപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അയ്യടാ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഡാൻസ് കാണാം. ചന്ദനമണിവാതിൽ പാതിചാരി എന്തോളം കണ്ണിൽ തിരയിളക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി എന്തോളം കണ്ണിൽ തിരയിളക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ? എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം
നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ No words to say, my dear. Thank you. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും അതന്നെയായിരിക്കും വിചാരിക്കണേ. അത്ര രസം ഉണ്ടായിരുന്നു കാണാൻ. എല്ലാരും മെൽറ്റായിരിക്കുക. ഓ പിന്നെ അങ്ങനെ അല്ല എനിക്ക് തോന്നാറുള്ള എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഞാന് സ്വാസികന്റെ ഡാൻസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള കാര്യം ഞാൻ സ്വാസികന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. സ്വാസികന്റെ കൂടെ ആര് ഡാൻസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ കണ്ണ് സ്വാസികയിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വയ്യത്ത്. പുകഴ്ത്തിയതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാസിക ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഉണ്ട് നമ്മൾ അന്ന് ആ ഷോയ്ക്ക് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയ്ക്കുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ നല്ല നല്ല വാക്കുകൾ. ഇനി എന്തായാലും മലയാള സിനിമയില് വലിയ ഒരു താരമായി മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു. ഓ നമസ്കാരം നമസ്കാരം. അതെ 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 സീത. നമസ്കാരം. പിന്നെ നമസ്കാരം. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് അപ്പൊ എപ്പോഴാ 3 പേരും കൂടി പിരിച്ച് എനിക്കൊരു TV മേടിച്ചിരുന്നേ? അതെന്തിനാടാ? ആ നിങ്ങളുടെ സീരിയൽ കാരണം എന്റെ വീട്ടില് 3 TV അടിച്ചു പൊട്ടിച്ചേ. ഞങ്ങളിപ്പോ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങള് വീട് പോലും കണ്ടിട്ടില്ല. വീട് പോ- നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ മേടിച്ചൊരു TV? ടിവിയാ? ആ ടിവിയോ അല്ലെങ്കിൽ സീരിയലിനകത്ത് ആണുങ്ങൾക്ക് ഒരു ബലമില്ലല്ലോ. എപ്പോ മേടിച്ചൊരു പറ. ആരാ മോന്റെ TV പൊട്ടിച്ചേ പറ. അത് നിങ്ങൾ കാരണമാണ് പൊട്ടിച്ചത്. 3 TV പൊട്ടിച്ചു. ആരെന്ന് വെച്ചാല് ഒരാള്. എടാ കൊച്ചു പിള്ളേർക്കൊക്കെ ആവശ്യമില്ലാത്ത ഫ്രീഡം വീട്ടിൽ കൊടുക്കാൻ പാടില്ല. നിനക്ക് അറിയില്ലടാ. പിന്നെ ആരോട് പറയണം? എന്നാ അവനോട് പറ. വിളിക്ക്. കുഞ്ഞുമോനെ എവിടെ? കുഞ്ഞുമോനെ വാടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിനക്ക് എന്താണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരനൊന്നും അല്ലല്ലോ. എന്റെ കുളത്ത് കയറാൻ വേണ്ടി നീ വന്നിരുന്നാ മതി കേട്ടോ. അല്ല പിന്നെ അല്ല ആരാ ഇത്? ഇതാരടാ? ഇതൊരു വലിയ മോനാണല്ലോ. പേര് കേട്ടപ്പോ നിങ്ങൾ എന്താ ഇള്ളക്കുഞ്ഞാന്ന് കരുതിയോ? 45 വയസ്സുണ്ട് ഈ തന്തക്കളവന്. നിങ്ങൾ മറ്റേ സീരിയലിനകത്തുള്ളവരല്ലേ? അതെ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നേ. ഞാൻ നിങ്ങളെ ഒന്ന് കാണാറുണ്ട്. അതിന് വേണ്ടിട്ട് വന്നാ. ഇവൻ വന്ന് പരാതി പറഞ്ഞായിരിക്കും ഇവന്റെ TV തല്ലി പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അടുത്ത കത്തിക്കാൻ പോകുന്ന ഇവന്റെ പെരയായിരിക്കും ഞാൻ കത്തിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കധികം സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടോ, ഇതുപോലത്തെ കല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര വൃത്തിയുള്ള കല എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കല്ലേ ചോദിക്കാം. പ്രത്യേകത എന്താ? എന്താ പ്രത്യേകത? 13 വർഷം പഴക്കമുള്ള കല. 13 വർഷം പഴക്കമുള്ള കല. എന്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്ന കലമായത് നമുക്ക്. അത് നല്ല കാര്യമല്ലേ? അതാണ് നീറ്റ് ചേച്ചിയായിട്ടല്ല. എനിക്ക് ആഗ്രഹമുണ്ട്. 13 വർഷം മുമ്പ് എന്റെ കല്യാണത്തിന് ശേഷം എനിക്കും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കഞ്ഞി വെക്കാൻ വേണ്ടി മേടിച്ച കലവാ. ഇന്ന് വരെ ഇത് അടുപ്പ വെച്ച് കത്തിച്ചൊരു കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രാജി കിടന്ന് തിളക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അറിയാമോ? അതെങ്ങനെ കത്തിക്കും? 6 മണിയാകുമ്പോ തീരെ കിടക്കും. ഉടനെ ഇത് പൊക്കി പിടിച്ചോണ്ട് അവൾ അങ്ങോട്ട് ഓടും. നിങ്ങൾക്ക് വേറെ സംഭവം അറിയാമോ? അത്ഭുതങ്ങൾ നിറഞ്ഞ വീടാ എന്റെ. അത്ഭുതങ്ങൾ നിറഞ്ഞ വീട്. നിങ്ങൾക്കെല്ലാം വീട്ടില് നിങ്ങളുടെ വീട്ടില് പുകയില്ലാത്ത അടുപ്പുണ്ടോ? അടുപ്പുണ്ടോ? പുകയില്ലാത്ത അടുപ്പ് എല്ലാ സ്ഥലത്തുണ്ടല്ലോ. അയ്യ അതല്ല, അത് മറ്റേ കുടലൊക്കെ വെച്ചിട്ടുള്ള പുകയില്ലാത്ത അടുപ്പല്ലേ? അതല്ല, എന്റെ വീട്ടിലുണ്ട് 13 വർഷം മുമ്പ് ഉണ്ടാക്കിയ പുകയില്ലാത്ത അടുപ്പ്. അതിനകത്ത് വിറക് വെച്ച് കത്തിച്ചാലല്ലേ അടുപ്പ് പുകയത്തുള്ളൂ. ഈ സമയത്ത് അവള് തീർന്നു കാണാൻ വേണ്ടി പോകും. നിങ്ങൾക്കറിയാമോ ഞാനിപ്പോ ഈ കലം കൊണ്ട് ഉപയോഗിക്കുന്ന എന്തിനാന്ന്? ഇതിങ്ങനെ കമത്തി അങ്ങോട്ട് വെച്ചിട്ട് കോഴിക്കുഞ്ഞിനെ കയറ്റുക. കോഴിക്കുഞ്ഞ് ഇതുവഴി വരും.
നെല്ല് കത്തിയിട്ട് അതിലേ പോകും. ഇപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കും, അറിയാമോ? പിന്നെ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അഥവാ ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോവുകയല്ലേ, അതായിട്ട് വേറൊരു ഗുണം. സീരിയലല്ലേ, എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ സീരിയൽ കാര്യം തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ പട്ടിണിയായി പോകുമല്ലേ ഉള്ളൂ. എന്താ ചേട്ടാ പറയണേ? ചേട്ടൻ ഈ കള്ളു കുടിച്ചല്ലേ ഈ കുടുംബം മൊത്തം പട്ടിണിയാക്കണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എന്റെ പൊന്നു ചേട്ടാ, ഈ ഫിലിം ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആൽക്കഹോള് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇഞ്ചുറീസ് ടു ഹെൽത്ത് ദോഷമാണ്, ആരോഗ്യത്തിന് ദോഷകരമാണ്. അങ്ങനെ സിനിമയ്ക്ക് മുമ്പ് എഴുതി കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, സിഗരറ്റ് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നു, പരസ്യം കാണിക്കുന്നു. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? അല്ലെ ഇതൊന്നും അല്ല സത്യം. കള്ളു കുടിക്കുന്നതുകൊണ്ട് എന്നാ വിഷയം ഞാൻ ഈ ആലോചിക്കുന്നത്. ഈ പരസ്യം സത്യം പറഞ്ഞാൽ അവിടെ അല്ല കൊടുക്കേണ്ടത്. ഇതൊന്നും വലിയ വിഷമുള്ള കാര്യമല്ല. നിങ്ങൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കാതെ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് വേറെ പരസ്യം കൊടുക്കണം. അറിയാമോ എന്ത് പരസ്യം? സീരിയൽ സ്പോൺസർ പോലെയാണ് എല്ലാ സ്ത്രീകളുടെയും കണ്ണീർ വലിച്ചെടുക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പോയാൽ നിങ്ങളൊരു രോഗിയാണോ? അതാണ് പിള്ളേർക്കറിയാം. അല്ലാതെ നിങ്ങൾ ചുമ്മാ പരസ്യം പറയാന്ന് പറഞ്ഞിട്ട് അതൊന്നും കാര്യമല്ലോ. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ചേട്ടന്റെ കള്ളുകൂടി തന്നെ ഇവിടുത്തെ പ്രശ്നം. ഞാനിപ്പോ ചേട്ടാ ഇതിപ്പോ ഞാൻ പണിക്ക് പോയി 2 എണ്ണം അടിച്ചു. അല്ല കള്ളുടിയൻ ചേട്ടാ, ഇതാണ് സീത. സീത, അത് ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിയിരുന്നത്. ഇങ്ങോട്ട് സീത എന്ന് പറയുന്നത് നിങ്ങളാണോ? ഒന്നും പറയുന്നു. അല്ലയോ സീതാദേവി, ഉടൻ തന്നെ വനവാസത്തിന് പോവേണ്ടതാണ്. ഞാൻ എന്തിനാ വനവാസത്തിന് പോകുന്നത്? അല്ലെ സീത വനവാസത്തിന് 12 വർഷം പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ പെണ്ണുപിള്ളയായിട്ട് 12 വർഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതോർത്ത് പറഞ്ഞത്. കുഴപ്പം എങ്ങനെയുണ്ട്? എന്റെ പെണ്ണുപിള്ള കരയുന്നല്ലേ ഇവൻ പറഞ്ഞത്? എന്റെ കൊച്ചാ, ഞാൻ ഉള്ള കാര്യം പറയുമല്ലോ. ഞാൻ പണി കഴിഞ്ഞ് 2 അടിച്ചിട്ട് വീട്ടിൽ വന്ന് എന്റെ പെണ്ണുപിള്ളക്ക് എത്ര അടിച്ചാലും, ചൂലെടുത്തടിച്ചാലും, ചിലവ് എടുത്തടിച്ചാലും അവിടെ കണ്ണീന്ന് ഒരു ശകലം പോലും കണ്ണുനീര് വരത്തില്ല. 6 മണി കഴിയുമ്പോൾ ഈ സീരിയൽ അങ്ങോട്ട് തുടങ്ങും. എനിക്കറിയാൻ മേലെ ഇവിടെ കണ്ണീരുന്ന ഇവിടെ നിന്നൊക്കെ ആ കണ്ണുനീര് വരും. നീ ഒറ്റൊരുത്തനാ എന്റെ പെണ്ണുപിള്ള കണ്ണീര് കുടിപ്പിക്കുന്നത്. ഓർത്തോ ഓട്ടോ നീ. നീ എന്ന് പറയും, നീ എന്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടി നിന്നെ കൊറേ കാര്യം ഞാൻ പറയുവാ. സീൻ നീ ഉണ്ടാക്കരുത്, സീൻ ഉണ്ടാക്കിക്കരുത്. നീ അന്തസ്സുള്ളവനാണെങ്കിൽ ഇത്രയും പേരുടെ മുന്നേറ്റ് എന്റെ മുഖത്ത് നോക്കി വർത്താനം നീ അതിന് ഇച്ചിരി ഇമ്മിണി പൊളിക്കും. മതി ചേട്ടാ, മതി. അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാണ്. അതെ, ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ വനവാസത്തിന് പോണ സീതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാണ്. അല്ല തന്നെ ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന സാധനം ലോക താമസമാണ്. ഈ ഫയലെടുത്ത് അവിടെ കൊടുത്ത് ഒരാഴ്ച പിടിക്കും, ആ ഫയലെടുത്ത് അപ്പുറത്ത് കൊടുത്ത് അവിടെ ഒരാഴ്ച പിടിക്കും. ഈ ലോണൊന്ന് പാസ്സായി വരണമെന്നുണ്ടെങ്കിൽ 1 മാസം എടുക്കും. ഇനി ഈ വില്ലേജ് ഓഫീസർ തീരിലും കൂടെ ചെന്ന് കയറിയാൽ മാത്രം മതി. വില്ലേജ് ഓഫീസറാണത്. അതെ, ഈ ലോൺ എന്ന് പറയുമ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ എടുത്തരാനുള്ള സാധനമല്ല. അതിന് കുറെ നിയമങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ ഈ ലോൺ പലതരം ലോണുകൾ ഉണ്ടല്ലോ. ആട് വളർത്തുന്നത്, പശു വളർത്തുന്നത്, തേനീച്ച വളർത്തുന്നത്, കോഴി വളർത്താനുണ്ട്. ചേട്ടന് ഏത് ലോണാ വേണ്ട? അതാണ് ഏത് ലോണായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ പിള്ളേരെ വളർത്തിയാൽ അതിനുള്ള ലോണൊന്നുമില്ല. അതിനുള്ള ലോൺ ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാ കാര്യം? ഒരു ലോണിന് വേണ്ടി ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ എത്ര ആഴ്ച ഞാൻ ഇറങ്ങി നടന്നു. പക്ഷെ എന്റെ പൊന്നെ ഏട്ടാ, ഒരു കാര്യം അറിയോ? ലോൺ വാങ്ങണമെന്നുണ്ടെങ്കിലും അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മുന്നാധാരം, പിന്നാധാരം, അങ്ങനെ കുറെ സംഭവം. ഈ മുന്നാധാരത്തിന്റെ പിന്നാധാരത്തിന്റെ പുറകെ നടന്ന് ഞാനിപ്പോ വഴിയാധാരമായി. അതാർക്കും ഒരു പറയാനുമില്ല, ഇടിക്കാനില്ല. ഈ ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്നാ കാണിക്കാൻ പോവാ? നീ തർക്കത്ത് കളിക്കാൻ പോവാ? നീ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്നാന്ന് പറയാ? നീ എന്റെ നെഞ്ചത്ത് ആളാകണം.
അളിയത് പിടിച്ച്. അളിയത് പിടി. ഇവിടെയില്ല. നീ ആരാടാ? എനിക്കറിയാൻ മേലാ. നീ എന്റെ കോളത്ത് കയറാനായോ? നീ അടിച്ച് നിന്റെ ചെവിളെ കല്ലിയാ പൊട്ടിക്കും കേട്ടോ. നീ എന്നെ എന്റെ നേരെ നിന്ന് സംസാരിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ. ആഹാ, അവൻ എന്റെ നേരെ അവനെ കുറെ നാളായിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പോടാ ഇറങ്ങിപ്പോയാ വീട്ടിൽ നീ പോയാ ഇറങ്ങിയ പിന്നെ. അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ വീട്ടിൽ പോ ചേട്ടാ. ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ വീട്ടിലോട്ട് പോകാനോ? നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെയൊക്കെ 10 മണി രാത്രിയായി കഴിഞ്ഞാൽ വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ 10 മണി രാത്രിയായ പെരക്കകത്തോട്ട് കയറാൻ ഇപ്പൊ പേടിയാ. എന്താ 10 മണി കഴിഞ്ഞാലും തീരുവോ? ഇല്ലല്ലോ, ഇങ്ങനെ നടക്കുവല്ലേ. എന്താ കാണാൻ വന്നിരിക്കണം? പോകാൻ വീട്ടില് എടാ പോകാനോ? ഞാൻ ഇവനെ ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. എടാ പോകാൻ പറ്റില്ല. സീരിയൽ കാണാൻ വേണ്ടി വന്നേക്കുന്നു. അപ്പൊ ഇന്നലെ നമ്മളൊരു ഗെയിം കളിച്ചു. ആ ഗെയിം നല്ല രസമായിട്ട് ചെയ്തു. ഭയങ്കര രസമായിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ ചെയ്ത ഒരാള്. അപ്പൊ ഇന്നൊരു ഗെയിം കൂടെ ആയാലോ? ഗെയിം വേണോ? വേണം. അപ്പൊ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ആൾ ഇങ്ങോട്ട് തന്നെ വരണം. ആ ആളെ നിങ്ങൾ വിളിക്കണം. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ കിടക്ക ഒരു ഗെയിമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കിടക്ക ഒരു സാധനം, അതായത് എൻ്റെ കുറച്ച് സിനിമയുടെ പേരുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണിക്കും. നമ്മൾ ഒരാളെ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കാന്ന് വെച്ചു. അപ്പോഴും എന്നെ കൊണ്ട് പറയിക്കണം. ആക്ഷനിലൂടെയാണ് പറയിക്കേണ്ടത്. ശബ്ദം പാടില്ല, ഒരു വോയിസും പാടില്ല. ആംഗ്യങ്ങൾ ഏത് വേണം എന്ത് വേണം കാണിക്കാം. ഇപ്പുറത്തെ ആളെ കൊണ്ട് പറയിക്കണം. അതാണ് നമ്മുടെ പുതിയ ഗെയിം. തുടങ്ങാൻ പണി. അപ്പോൾ ആദ്യം എവിടെ കൊടുക്കണം പണി? ആദ്യം അവിടെ കൊടുത്തോ. അവിടെ കൊടുക്കാൻ പണി. ഞാൻ കാണിച്ച പോലെ ഞാനും കാണരുത്. ഓഡിയൻസിനെ കാണിക്കും. ഓക്കേ, നല്ല സംഭവം. എല്ലാരും കണ്ടു. ഇനി നമ്മുടെ സ്വാസിക മാത്രം ഇങ്ങോട്ട് മുന്നിലേക്ക് വരും. മലയാളം ഫിലിം അല്ല, എനിക്ക് പറയത്തില്ല അല്ലേ? ചോദിക്കാം. മമ്മൂട്ടി ഇപ്പത്തെ റീസെന്റ് പറഞ്ഞോ. ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് ഇടാൻ പോയാൽ വലിയ വിഷയമാണ് ബൈക്കിൽ. ഹെൽമെറ്റ് പോലീസിന് പോലല്ലോ. തൊപ്പി അതല്ലേ തോപ്പിൽ ചോപ്പൻ. തൊപ്പി എന്ന് പറഞ്ഞു തൊപ്പി എന്ന് അത് കീറുന്ന വെച്ചോ. ഞാൻ ആദ്യമേ ഓർത്ത് കസറിയാണ്. ഓക്കെ, ഇനി അടുത്ത ഫ്രണ്ടിലോട്ട് നീട്ടി പിടിച്ചോ. ഇത്ര നേരം കിട്ടിയതല്ല കിട്ടൽ. ഇതാണ് കിട്ടൽ. ഇതാണ് സൂപ്പർ. കേട്ടാലും കേട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. റീസെന്റ് ആയിട്ടുള്ള ആരുടെ പടാ? ലാലേട്ടന, മമ്മൂക്ക, ദിലീപൻ, ഇവൻ പോലെ ദുൽഖർ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ, ജയസൂര്യ, പൃഥ്വിരാജ്. ഇത്ര കട്ടിയുള്ള എഴുതിക്കൊണ്ട് പറയാം, എന്നാലേ ശരിയാവും. ഇവിടെ ഒരാൾ ആദ്യം കയറിയത് പറഞ്ഞു. ഇത് അടിപൊളി സംഭവമായിരിക്കും. ഞാൻ തത്ത ചീട്ടെടുക്കുന്ന ഞാൻ പറഞ്ഞില്ല, സൂപ്പർ സംഭവം. മമ്മൂട്ടി പോലീസായിട്ടുള്ള ഇപ്പൊ ഇൻസ്പെക്ടർ ബൽറാം. അതിനകത്ത് പോലീസ് വന്നല്ലോ. അല്ല, ഭീമസേനൻ. കണ്ണാടി കണ്ണാടി പോസ്റ്റർ കണ്ടിട്ടില്ല മമ്മൂട്ടി? അതല്ല, ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കടക്കുന്ന സാധനം വരാൻ പോയി. ഇനി അടുത്തത് ഇതാണ് കിടക്കാച്ചി സാധനം. ഇനി ആരാണ് കാണിക്കുന്നത്? ബിബിൻ അല്ലേ? അതെ അതാണ്. വലിയ സാധനം. ഇനി ഒരു കാര്യം പറയാം. ഇതിന്റെ റൂൾസ് ആരും തെറ്റിക്കരുത്. അഭിനയിക്കുന്നവരെ സംസാരിക്കാൻ പാടില്ല. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. എല്ലാ ഈസി സംഭവം. ഇനി ഒരു ചാൻസർ ഉണ്ട്. ഓടി വന്നു കിട്ടുക്ക്. ഞാൻ ഇത് നോക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് അടിപൊളിയായിരിക്കും. എനിക്ക് അപ്പോഴേ അറിയാം. കാണിച്ചു കൊടുക്കും. ഒരേ മുഖം.
കുറച്ച് ടഫായിട്ട് സിമ്പിൾ സംഭവങ്ങളാണ്. സീത ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ. അറിയത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മുസ്തഫക്ക ഇനിയെങ്കിലും നല്ല ഗെയിമും കൊണ്ട് വന്നൂടെ? നീ ആരല്ലേ ഇത് എഴുതി വെച്ചേ? പിന്നെ ആരെഴുതിയ? നീ ആരാ പിറ്റേന്നൊക്കെ ഇളക്കിക്കൊണ്ട് വന്നേ? എന്താ ഞാൻ എഴുതി വെച്ചത്. ഇനി ഒരു അവസരത്തിൽ നിങ്ങൾ വലിയ സിനിമാളികളായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ ഒരു സാധനം കൊണ്ട് ടഫുള്ള സാധനം കേട്ടാ. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു, പാട്ട് പാടി, ഡാൻസ് ചെയ്തു, ഗെയിം കളിച്ചു. അത് ഒരു ഗെയിം അല്ല, 2 ഗെയിം കളിച്ചു. അപ്പോ ഒരു ഡബ് സ്മാഷും കൂടെ ആയാലും അതങ്ങോട്ട് പൂർണ്ണമാവുള്ളൂ. തളർന്നു പോയോ മക്കളെ? തളർന്നു പോയോ? തളരെടുത്ത് രാമൻകുട്ടി, സിമ്പിളാണ്, സിമ്പിൾ. അപ്പൊ ഇവരുടെ സീരിയൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഡബ് സ്മാഷ് ഇവരെ എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് ഡബ് സ്മാഷ് തുടങ്ങിയാലോ? നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെന്ന് കീറും. എന്നെ വിടറാ. അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അതും തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഞാൻ പറയുന്നത് നീ ഇനി ഒന്നും പറയണ്ട. നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇവള് ഡബ് സ്മാഷ് കഴിഞ്ഞിട്ട് ചിക്കൻ കഴിച്ചോണ്ടിരിക്കും. ഞാൻ എങ്ങനെയാ അതിനകത്ത് അങ്ങനെയല്ലായിരുന്നോ? ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. ക്യാരക്ടറായി നമ്മൾ ക്യാരക്ടർ ആണല്ലോ. എന്തായാലും നന്നായി, നല്ല രസമായി ചെയ്തു. ജഗതി ഒക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ തകർത്തു അല്ലേ എല്ലാരും കൂടെ? എന്തായാലും സീത വിജയകരമായിട്ട് മുന്നോട്ട് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ. പ്രേക്ഷകരെല്ലാരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി സീതയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും? പുതിയ സംഭവ വികാസങ്ങൾ അതെ ഇനിയിപ്പോ ഞങ്ങള് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോറി ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആഫ്റ്റർ 5 years പോലെയാണ്. എന്നിട്ട് ഉള്ള അപ്പൊ ഇന്നലെ ഇപ്പൊ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലാക്കണം ഞങ്ങളുടെയൊക്കെ എങ്ങനെയാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണ്. കുട്ടികളുണ്ട്, ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഒരു കഥ പോകുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ നല്ല ഒരു ഞങ്ങളുടെ കൂട്ടായിട്ട് നല്ലൊരു ഡോഗ് ഉണ്ട് ഞങ്ങളുടെ കൂടെ. അതാണ് സ്വാസിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ വേറൊരു രീതിയിലേക്ക് സീതയും സീതയുടെ ആൾക്കാരും കുടുംബമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം. അല്ല, അപ്പൊ നിങ്ങളുടെ കല്യാണം എന്നാ? കല്യാണം ഞങ്ങൾ ഉടനെ കഴിക്കും. ഞങ്ങൾക്കൊക്കെ ഒരു സദ്യ വേണം. നല്ല അടിപൊളി സദ്യ. വർഷങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കിളവനും കിളവിയൊക്കെ ആവട്ടോ. അതെ, ഞങ്ങള് മൊയ്തീനും കാഞ്ചനമാലയും പോലെ ഇങ്ങനെ. അല്ല, അപ്പൊ കല്യാണം വയസ്സായിട്ടേ കഴിക്കുള്ളൂ എന്നാണോ? അതെ, ആയിരിക്കും. എത്ര കാലം പുറകെ നടന്നു. ഒന്ന് യെസ് മോളുമായിരുന്നു, ഈ പ്രശ്നമൊക്കെ ഉണ്ടാവോ? ഇതിനോട് പോവാൻ പറ, എന്ത് സംഭവിക്കും. എന്തായാലും സീത ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സീതയിലെ പ്രധാന താരങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? എല്ലാരും മറക്കാണ്ട് കാണുക. അതാണ് ടൈമിംഗും കൂടെ പറ. 7 മണിക്ക് പുതിയ ഫാമിലി ഞങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ ദിവസം കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറയാം. Monday to Friday 7 PM. സീത എല്ലാരും സീത കാണുക, വിജയിപ്പിക്കുക. ഇതുവരെ തന്ന സപ്പോർട്ടല്ല ഞങ്ങൾക്ക് ഇനിയും തന്നു. അതെ, ഇത്രയും നാള് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. അതേ ഒരു ഇഷ്ടം ഇനിയും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവണം. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഫ്ലവേഴ്സ് ടിവിയുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളെ സ്ഥിരമായിട്ട് കാണുക, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക. സീത തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക് നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് ടിവി. അപ്പൊ ആരും കാണാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ വരുന്നതാണ്. കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്.